ത്രീ പെർസ്പെക്റ്റീവ്സ് ഓഫ് മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സെഗ്മെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, വീക്കെൻഡ് സജഷൻസ്. സോ ഈ വീക്കെൻഡ് സജഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാറ്റർഡേസിലും ആണ് ഇത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സൺഡേസ് ആയിട്ട് അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ട് നിങ്ങൾ നല്ലൊരു മൂവിയോ അല്ലെങ്കിൽ നല്ലൊരു സീരീസോ ബിഞ്ച് വാച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയും നമ്മൾ കണ്ടിട്ടുള്ളതിലും നമ്മൾ ചിലപ്പോൾ അണ്ടർറേറ്റഡ് ആവാം, ചിലപ്പോൾ അണ്ടർറേറ്റഡ് ആയിരിക്കും, പഴയത് ഇറങ്ങിയതാവും, നിങ്ങൾ പലപ്പോഴും മാറ്റി വെച്ച പല പടങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾ കണ്ടിരിക്കണം എന്ന് നമുക്ക് തോന്നുന്ന പടങ്ങളായിരിക്കും നമ്മളിതിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന നല്ല സീരീസുകളായിരിക്കും നമ്മളിതിൽ പറയാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദ മെഷീനിസ്റ്റ് എന്ന സിനിമയെ കുറിച്ച് പറയാനാണ്. സോ മെഷീനിസ്റ്റ് 2004 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് ശരിക്ക് ദ മെഷീനിസ്റ്റ്. സോ ബെൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബെൻ ആൻഡേഴ്സന്റെ മറ്റ് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പടത്തിന്റെ ലീഡ് ആക്ടറെ കേട്ടാൽ തന്നെ കാണാനൊരു ടെൻഡൻസി വരുന്ന എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ബെയിൽ. ഞാൻ പറയേണ്ടല്ല, ആളൊരു പുലിയാണ്. ആളുടെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ആളുടെ വളരെ സ്ലിം ആയിട്ട് ആള് വളരെ എനിക്ക് തോന്നുന്നു ഡയറ്റിന്റെ എക്സ്ട്രീം ഡയറ്റിലെ പട്ടിണി കിടന്നു തന്നെ പറയുന്ന രീതിക്ക് കടന്നു സ്കെലിട്ടൺ രൂപത്തിലായിട്ട് അഭിനയിച്ചൊരു പടമാണ് ഇതിൽ. അപ്പൊ ഇതില് ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെവർ എന്ന് പറഞ്ഞ പേരിലൊരു ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ബെയിൽ. അപ്പോൾ ഇൻസോമിനെ ബാധിച്ചിട്ടുള്ളത് കുറെ കൊല്ലങ്ങളല്ല കുറെ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് ഉറങ്ങാതെ ഇൻസോമിനെ ബാധിച്ച ഒരു ആളെ കഥയാണ് ഇതിൽ പറയുന്നത്. സോ ഇതൊരു വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് 3 hour റൺ ടൈം ഓൾമോസ്റ്റ് ഉണ്ട്. എനിക്കൊന്ന് 2 hours അല്ലെങ്കിൽ 3 hours അല്ലെ 2 hours 45 minutes അല്ലെങ്കിൽ 3 hours അതിൽ റൺ ടൈം ഇതിനുണ്ട്. അപ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആണ്. വളരെ സ്ലോ പേസ്ഡ് ആണ്. അങ്ങനെ സ്റ്റോറി ഇങ്ങനെ കണ്ടന്റ് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതിന്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് വരും. ആ ട്വിസ്റ്റിലേക്ക് എത്താൻ ഉള്ള ഒരു സമയം മാത്രമാണ് ആ ഒരു സ്ലോ പേസ്. പിന്നെ ആ ട്വിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കണ്ട സാധനമൊക്കെ വേർത്തേക്കാണ്. അതുവരെ കണ്ടിരുന്ന ആ സംഭവം ഒരു കിട്ടില്ല എൻഡിങ്ങിലേക്കാണ് പോയി എത്തുക. സോ ഞാനിതിന്റെ വളരെ പണ്ട് അതിന്റെ ഒരു തുടക്കകാലം ഇംഗ്ലീഷ് പടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കണ്ട പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്നൊക്കെ നമ്മൾ പൊതുവെ അവഞ്ചേഴ്സ് പടങ്ങൾ അല്ലെങ്കിൽ DC പടങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് പോലത്തെ അങ്ങനെ സൂപ്പർ ഹീറോ ഓറിയന്റഡ് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അന്ന് ഇങ്ങനെ ഒരു സാധനം കാണാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളന്ന് കണ്ടു നോക്കി, അന്ന് കണ്ടിരുന്നു. പക്ഷെ അന്നൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് എവർ വാച്ച് എന്ന് പറയാൻ പറ്റുന്ന മൂവിയാണ് ദി മെഷീനിസ്റ്റ്. കിട്ടില്ല സൂപ്പർ എന്ന് അങ്ങനെ ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സ്റ്റോറിയാണ്, ഇതിന്റെ മേക്കിംഗ് സ്റ്റോറി എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആണത്. എനിക്ക് തോന്നുന്നു വളരെ അണ്ടർറേറ്റഡ് ആണ് ഈ പടം. കാരണം ഞാൻ പൊതുവേ ഇതിനെ കുറിച്ച് പറഞ്ഞു കേൾക്കൽ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. പല ചാനലിലായാലും പലതും ഞാൻ കണ്ടിട്ടില്ല, പല പോസ്റ്റിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ സൺഡേസ് ഇരുന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 18+ മൂവിയാണ്. ഡൽഹി കുറച്ച് ചെറിയ ഭാഗത്തിൽ കൂടിയിട്ട് എന്തുണ്ട്, അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും എനിക്ക് തോന്നണില്ല. ആരും ഒറ്റ ചെറിയ ഭാഗങ്ങളുണ്ട്, ബാക്കിയൊക്കെ കാണാവുന്നത് തന്നെയാണ്. സോ കണ്ടിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇനിയും നമ്മളെ നെക്സ്റ്റ് വീക്കിലും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും ഫർദർ. സോ അതുവരെ കാണുന്നതായിരിക്കും. താങ്ക് യു.